നീണ്ട 28 വർഷക്കാലം നീണ്ടുനിന്ന മാധ്യമപ്രവർത്തന ജീവിതം അവസാനിപ്പിച്ച് എം.വി. നികേഷ് കുമാർ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നുവരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പുതിയൊരു കർമ്മരംഗം തേടിയാണ് പോകുന്നതെന്നും CPM അംഗമായി പൊതുരംഗത്തുണ്ടാകും എന്നും ഇന്ന് അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനമായ റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. സംസ്ഥാനം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ഏറെ അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതിൽ സംശയമില്ല. നിലവിൽ പാലക്കാട്, ചേലക്കര തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. വയനാടിനെ സംബന്ധിച്ച് ആ മണ്ഡലം CPI മത്സരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നികേഷ് കുമാർ സ്ഥാനാർത്ഥിയായി വരാൻ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ പാലക്കാട് നിയമസഭാ സീറ്റും രാധാകൃഷ്ണൻ ഒഴിഞ്ഞ ചേലക്കര സീറ്റുമാണ് മുന്നിലുള്ളത്. ചേലക്കര മണ്ഡലം രൂപീകൃതമായ കാലം മുതൽ ഇങ്ങോട്ട് 6 തെരഞ്ഞെടുപ്പുകളിലും 6ലും CPM പ്രതിനിധിയാണ് വിജയിച്ചിട്ടുള്ളത്. രാധാകൃഷ്ണൻ 5 തവണ ജയിച്ചു പോയ മണ്ഡലത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു നിന്ന 2016-ൽ UR പ്രദീപാണ് ജയിച്ചു പോയത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച് നിയമസഭാ അംഗത്വം രാജിവെച്ച് രാധാകൃഷ്ണൻ ഡൽഹിയിലേക്ക് പോയപ്പോൾ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് ചേലക്കരയിൽ വഴി തെളിയുമ്പോൾ അവിടെ UR പ്രദീപിന് തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം 2021-ൽ രാധാകൃഷ്ണൻ വീണ്ടും നിയമസഭാ മത്സരത്തിന് ചേലക്കരയിലേക്ക് എത്തിയപ്പോൾ തൻ്റെ സീറ്റ് യാതൊരു സങ്കോചവുമില്ലാതെ രാധാകൃഷ്ണന് വിട്ടു നൽകിയ UR പ്രദീപ് തീർച്ചയായും ചേലക്കര അസംബ്ലി സീറ്റ് അർഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ മുന്നിലുള്ള ഒരേയൊരു സാധ്യത പാലക്കാടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടതിനാൽ വീണ്ടും പാലക്കാട് തന്നെ പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ വിജയരാഘവൻ തയ്യാറല്ല എന്നാണ് അവിടെ നിന്ന് വരുന്ന ആദ്യ സൂചനകൾ. പിന്നീട് CPM മണ്ഡലത്തിലേക്ക് പരിഗണിച്ചു കേട്ട ഒരു പേരാണ് മുൻ MLA AV ഗോപിനാഥിൻ്റേത്. കോൺഗ്രസ് നേതാവായിരുന്ന ഗോപിനാഥ് പാർട്ടി വിലക്ക് ലംഘിച്ച് നവകേരള സദസ്സിലടക്കം പങ്കെടുത്ത പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്തായ ആളാണ്. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നിരുന്നുവെങ്കിൽ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയപ്പോൾ അവിടെ മത്സരിക്കാൻ കോൺഗ്രസ് പരിഗണിച്ചേക്കാവുന്ന ഒരു നേതാവായിരുന്നു ഗോപിനാഥ്. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത അത്തരമൊരു സാഹചര്യം മുന്നിൽ കാണാൻ അദ്ദേഹത്തിനും സാധിച്ചില്ല. കോൺഗ്രസ് ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായും CPMന്റെ ഭാഗമാണ്. പാലക്കാട് ശക്തമായ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഗോപിനാഥിനോട് ഇതിനോടകം തന്നെ CPM അവിടെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. എന്നാൽ ആരോഗ്യപരമായ കാരണങ്ങളാൽ അവിടെ മത്സരിക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം പാലക്കാട് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി MV നികേഷ് കുമാർ തൻ്റെ 28 വർഷക്കാലം നീണ്ടുനിന്ന മാധ്യമ പ്രവർത്തന ജീവിതം ഉപേക്ഷിച്ച് പെട്ടെന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതും CPI അംഗമായി പൊതുരംഗത്തുണ്ടാകുമെന്ന് പ്രസ്താവിക്കുന്നതും. പാലക്കാട് ഇങ്ങനെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കെ തിടുക്കപ്പെട്ട് നികേഷ് കുമാർ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പാലക്കാട് സീറ്റ് ലക്ഷ്യമിട്ടാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ആ സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാധ്യമപ്രവർത്തനത്തിന് അവധി നൽകി LDF സ്ഥാനാർത്ഥിയായി അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിച്ചെങ്കിലും മുസ്ലിം ലീഗിലെ KM ഷാജിയോട് പരാജയപ്പെടാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. CMP നേതാവും മുൻ മന്ത്രിയുമായ MV രാഘവൻ്റെ മകനായ നികേഷ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെയാണ് മാധ്യമരംഗത്തേക്ക് കടന്നു വരുന്നത്. ഇന്ത്യ വിഷൻ ചാനൽ തുടങ്ങിയപ്പോൾ അതിൻ്റെ CEO ആയ നികേഷ് ഇന്ത്യ വിഷൻ സംപ്രേഷണം നിർത്തിയപ്പോഴാണ് റിപ്പോർട്ടർ ചാനൽ ആരംഭിക്കുന്നത്. 28 വർഷത്തിനു ശേഷം മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് റിപ്പോർട്ടർ TVയുടെ എഡിറ്റോറിയൽ ചുമതലയും അദ്ദേഹം ഒഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് എന്തായാലും പുറത്തു വരുന്നത്. പാലക്കാട് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി MV നികേഷ് കുമാർ കടന്നു വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്.